ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ എഴുന്നേറ്റിരിപ്പുണ്ട്. എന്നും വിചാരിക്കും കുറച്ച് നേരത്തെ എഴുന്നേക്കണമെന്ന്, പക്ഷെ നടക്കാറില്ല. എന്തോ ഒരു സുഖം പിടിച്ചാൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ദാ രാവിലെ തന്നെ ഒരു തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്കുത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ചെറിയ പണികളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ പോയി വീണ്ടും തട്ടാനെ കൊണ്ട് ആ മൂക്കുത്തി ഒന്നുകൂടി ഇടിപ്പിച്ചു കേട്ടോ. ഓരോ മൂക്കുത്തികൾ കാണുമ്പോൾ ഇടാനൊരു ഇഷ്ടം തോന്നും, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളത് ആ ചാടി എഴുതിയിട്ട് ഫ്രഷായിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ എന്തുണ്ടാക്കും എന്നുള്ളതാണ് തലേദിവസത്തെ രാത്രിയിൽ എൻ്റെ ഏറ്റവും ഭൂലങ്കക്ഷമായൊരു ചിന്ത എന്ന് പറയുന്നത്. അത് വലിയൊരു ടാസ്ക് കേട്ടോ. നൈറ്റ് പാത്രങ്ങളൊക്കെ ഒതുക്കി കഴുകി വെക്കാതെ കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ സിങ്ക് നിറച്ച് പാത്രങ്ങളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒതുക്കി വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. ചില ദിവസം എന്തോ അങ്ങോട്ട് മടിയാവും. ദാ ഇന്ന് ഈ വീട്ടിൽ മീനൊന്നും ഇല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ മീൻ വാങ്ങൽ കുറവായതുകൊണ്ട് പാവം പൂച്ച വരെ ചമ്മി തിരിച്ചു പോയി ഗൈസ്. അങ്ങനെ നല്ല ചൂട് ചപ്പാത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൂടെ ഓടി ഞാൻ പോയിട്ടോ. ഈ ഫയലൊക്കെ പിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് പെട്ടെന്ന് അതുപോലെ അറ്റൻഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നേരെ ഫ്രഷായി നമ്മൾ ജിമ്മിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെ പരിപാടികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരുന്ന ഒരു സ്ഥലമാണ് ജിമ്മെന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സമയത്താണ് ഇപ്പോൾ ജിമ്മിൽ വരാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ എനിക്കിത് മാറ്റ് ഡേ ആയിരുന്നു. അത്യാവശ്യം നല്ല പോലെ വയറങ്ങോട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആപ്സിനുള്ള വർക്കൗട്ട് ആയിരുന്നെങ്കിലും എനിക്ക് പിടിച്ചത് കൈക്കും കാലിനും ഒക്കെയാണ്, വയറിനല്ല. എവിടേക്കോ എന്തൊക്കെയോ ഒരു പിടുത്തം. അത്യാവശ്യം നല്ലപോലെ ക്ഷീണിച്ചു, എന്നാലും സാരമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.